ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ചെന്നൈ ലൈഫ് സ്റ്റൈലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എനിക്കൊരു സ്വഭാവമുണ്ട്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പാക്കറ്റ് എന്തെങ്കിലും ഒരു ബോക്സ് വന്നു കഴിഞ്ഞാൽ അത് കളയാൻ തോന്നില്ല. നാളെ അതുകൊണ്ട് എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും ക്രാഫ്റ്റ് ചെയ്ത് വീട് അലങ്കരിക്കാൻ പറ്റുമോ, ഇതൊക്കെയാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പോൾ അങ്ങനെ കുറേ സാധനങ്ങൾ കൊണ്ടുവച്ച് ഇപ്പം വേസ്റ്റായി മാറിയിട്ടുണ്ട്. ആ വേസ്റ്റുകളെ ഒന്ന് നീക്കണം വീട്ടിൽ നിന്ന്. അതുകൊണ്ട് അതെടുത്ത് കളയാനല്ല, അതിനെ റീയൂസ് ചെയ്ത് വീടിനെ ഒന്നുകൂടെ ഭംഗിയാക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് ഞാൻ ചെറുതായിട്ടൊന്ന് മൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. പിന്നെ എൻ്റെ കുറച്ച് നോർമൽ ഈവനിങ് ടൈമുകളിലും ഉള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രേരണ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ വീഡിയോ കിടക്കുന്നതിൻ്റെ മുന്നേ നമ്മുടെ ജിമ്മൂസിനെ കാണിച്ചു തരാം കേട്ടോ. ജിമ്മൂസ് അകത്തൊക്കെ കയറി വന്നൊക്കെ ഞാൻ എടുത്തു വെച്ച വീഡിയോ ആണ്. ഇത് കുറച്ച് പഴയ വീഡിയോ ആണ്, പക്ഷേ ഞാൻ ഇതൊരു യൂട്യൂബിൽ മുന്നേ ഉള്ള യൂട്യൂബിൽ ഇട്ടിരുന്നു. പക്ഷെ ഇപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് അത് യൂട്യൂബിൽ ഇടണമെന്ന് തോന്നി, അവനെ നിങ്ങൾക്കൊന്ന് കാണിക്കണമെന്ന് തോന്നി. അപ്പോൾ അതാണ് നമ്മുടെ ജിമ്മൂസ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, വേസ്റ്റ് ഐറ്റംസ് ആയിട്ട് ഞാൻ വെച്ചിരുന്നത്, അതായത് ഒരു പഴയ ഒരു കണ്ണാടി, അത് ഫ്രെയിമെല്ലാം പൊട്ടി. പക്ഷേ കണ്ണാടിക്ക് ഒന്നും സംഭവിച്ചില്ല. നമ്മൾ ശരിക്കും പറഞ്ഞാൽ പൊട്ടിയ കണ്ണാടി വെക്കാൻ പാടില്ല എന്ന് പറയും, പക്ഷേ ഇതിന് കണ്ണാടിയല്ല പൊട്ടിയത്, ഫ്രെയിമാണ് പൊട്ടിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചു, ആ കണ്ണാടി എനിക്ക് കളയാൻ തോന്നിയില്ല, അത് റീയൂസ് ചെയ്യാം എന്നുള്ളൊരിത് വന്നതിന് ശേഷം ഞാൻ എപ്പോഴും പിസ്ത വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ഷെല്ല് എപ്പോഴും എടുത്ത് വയ്ക്കും. അത് വെച്ച് ഞാൻ ഒരുപാട് ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഓരോന്നായിട്ട് ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഗമ്മ് ഞാൻ ആമസോണിൽ നിന്ന് വരുത്തിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യമൊക്കെ എനിക്ക് ഒട്ടുന്നില്ല എന്നൊക്കെ തോന്നി, പക്ഷേ പിന്നീട് അത് നല്ല ഇതായിട്ട് കുറച്ച് നേരം നമ്മൾ വിട്ടു കൊടുത്തു കഴിഞ്ഞാൽ, പക്ഷേ ഇത് ഓരോന്നായി ഒട്ടിച്ചെടുക്കാൻ നല്ല പാടായിരുന്നു. എന്തായാലും ഞാൻ അതിനെ ഓരോന്നായിട്ട് ഞാൻ ഒട്ടിച്ചെടുത്തു. അത്രയും നേരം ഇരുന്നിട്ടാണ് ഞാൻ അത് ഒട്ടിച്ചെടുത്തത്. ആവശ്യമില്ലാതെ ഇരിക്കുമ്പോൾ അത് കളയാൻ ചില സമയങ്ങളിൽ നമുക്ക് പറ്റാതാവുമ്പോഴാണ് ശരി ഞാനും വിചാരിക്കും എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുമോ എന്ന് ചിന്തിച്ച് വരുമ്പോൾ ഓരോ ഐഡിയ വരും, അപ്പം ചെയ്യുന്നതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനു വേണ്ടി ഇന്നത്തെ ഒരു ദിവസം കളയാൻ എത്ര വേണമെങ്കിലും ഞാൻ ടൈം അതിനു വേണ്ടി കളയും. ആ രീതിയിലുള്ള ഇതിലാണ് ഞാൻ പോയിക്കൊണ്ട് എങ്ങനെയെങ്കിലും ഒട്ടിച്ചെടുക്കണം, ഇത് നല്ല ഭംഗിയാക്കി എടുക്കണം എന്നല്ല. ഗ്ലാസ് നല്ല ഗ്ലാസ്സാണ്. അപ്പോൾ ആ ഒരു ഇതിൽ ഓരോന്നായിട്ട് ഞാൻ പതുക്കെ ഇരുന്നിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. 2 ലെയറായിട്ട് ചെയ്താലേ ഭംഗിയുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. ഒരു ലെയർ ചെയ്തപ്പോൾ അത്ര ഭംഗിയില്ല. പക്ഷെ ആദ്യത്തെ ലെയർ മൊത്തം ചെയ്ത് ഒട്ടിച്ച് വെച്ച് അതൊന്ന് കുറച്ച് വെയിറ്റ് ചെയ്തതിന് ശേഷമേ അടുത്ത രണ്ടാമത്തെ ആ ഒരു ലൈന് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആദ്യത്തെ ലൈന് ഓരോന്നായിട്ട് ഞാൻ തീരുന്നതേ ഉള്ളൂ. കുറേ സമയമെടുത്തു. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സത്യം പറഞ്ഞാൽ നല്ല ക്ഷമ വേണം കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് ഒരു കാര്യവും നമുക്ക് ചെയ്യാൻ പറ്റില്ല. എന്തായാലും ഗം അടിപൊളിയാണ്, ഗമ്മിന് നല്ല വിലയുണ്ട്, എന്നാലും ഗം സൂപ്പറാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ. അപ്പോൾ ഞാൻ രണ്ടാമത്തെ ലെയർ ഒന്ന് വെച്ച് നോക്കുന്നതാണ്, അത് കറക്റ്റായിരിക്കുമോ ഭംഗിയുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് വെച്ച് നോക്കിയപ്പോൾ എനിക്ക് 2 ലെയർ ചെയ്താലാണ് ഭംഗിയെന്ന് മനസ്സിലായി. അപ്പോൾ ഞാനത് ആ സൈഡിലേക്ക് മാറ്റി വെച്ചു. അതിൻ്റെ മുന്നേ ഞാൻ ഞങ്ങളുടെ ഫോട്ടോൻ്റെ ഒരു ഫ്രെയിം ഇതേമാതിരി ഈ ഷെല്ല് വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കുറേയൊക്കെ ഇളകിപ്പോയി. ഇപ്പോൾ കുറേ കാലമായല്ലോ. അപ്പോൾ അത് ആ ഇളകിപ്പോയ ഭാഗത്ത് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്, ഞാനത് ഒട്ടിച്ചെടുക്കുകയാണ്. അപ്പോൾ ആ സമയം കൊണ്ട് മറ്റത് നന്നായിട്ട് ഒട്ടിയിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ലെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആരംഭമാണ്. അങ്ങനെ രണ്ടാമത്തെ ലെയർ ഞാൻ ഓരോന്നായിട്ട് ചെയ്ത് ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. കംപ്ലീറ്റ് ആക്കിയപ്പോൾ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെറുതെ എടുത്തങ്ങ് കളയുന്ന സാധനങ്ങൾ വെച്ചിട്ട് നമ്മളുടെ വീട്ടിൽ ഒക്കെ അലങ്കരിച്ച് വെക്കാം എന്നുള്ള ഒരിതാണ് ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ അടുത്തെന്ന് പറയുന്നത് ഇതാ ഞാൻ വെച്ചിരുന്നത് ഒരു എ സി ഒക്കെ വാങ്ങുമ്പോൾ വരുന്ന കാർഡ്ബോർഡാണ്. അപ്പോൾ ആ കാർഡ്ബോർഡ് എങ്ങനെ യൂസ് ചെയ്യുക എന്നാണ് ഞാൻ ചിന്തിച്ചത്. അപ്പോൾ ആ 2 കാർഡ്ബോർഡിനെ ഞാൻ അകത്തേക്ക് കയറ്റി ഇതേപോലെ ഒരു ചെറിയ ബോക്സാക്കി മാറ്റിയിട്ടുണ്ട്.
ൻ്റെ അടുത്ത് തുണി കഴുകുന്നതിൻ്റെ മുന്നേ ഉള്ളത് ഇട്ട് വെക്കാനും അല്ലെ വൈറ്റ് ഡ്രസ്സ് മാത്രമായിട്ട് ഇട്ട് വെക്കാനും അങ്ങനെയുള്ള കുറേ കാര്യത്തിന് ഇതുപോലത്തെ കാർഡ്ബോർഡുകൾ ഇങ്ങനെ ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു കാർഡ്ബോർഡിൻ്റെ ആവശ്യം ഇതിൻ്റെ ആവശ്യമുണ്ടെന്ന് മനസ്സിലായപ്പോൾ ശരി ഇതിങ്ങനെ രീതി ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷെ അതിനെ നമ്മൾ ഇതുപോലെ ആക്കിയാൽ ശരിയാവില്ലല്ലോ, കുറച്ച് ഭംഗിയാക്കണമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ അടുത്ത് പഴയ കർട്ടൻ ഉണ്ടായിരുന്നു, അത് കുറച്ച് ഡാമേജൊക്കെ ആയി അവിടെ ഇവിടെയൊക്കെ കീറിയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ റീയൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ആ പഴയ കാർഡ്ബോർഡ് വെച്ചിട്ടാണ് ഞാൻ ഇതിനെ കവർ ചെയ്ത് ഞാൻ ആദ്യം കവർ ചെയ്ത് നോക്കുകയാണ് ഇത് എത്രത്തോളം വരും എങ്ങനെയൊക്കെ ഇതിനൊക്കെയുള്ള ഐഡിയ നമ്മൾ ആദ്യം വെച്ച് നോക്കുമ്പോഴേ നമുക്കറിയാൻ പറ്റുള്ളൂ. ഫുള്ള് കട്ട് യൂസ് ഇല്ലാത്ത പോലെ ആവും. അതുകൊണ്ട് ആദ്യം തന്നെ ആ ഒരു കർട്ടൻ ഒറ്റ കർട്ടൻ മതി ഇത് മൊത്തം കവറാവാൻ, അത്ര ഉള്ളൂ സ്പേസ് അതിൽ. അപ്പോൾ ഞാൻ എല്ലാം വെച്ച് നോക്കിയപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് വന്നു. അപ്പോൾ കുറച്ചൊക്കെ ഞാൻ ഗമ്മ് വെച്ച് ഒട്ടിച്ചെടുത്തു, പിന്നീടുള്ളതൊക്കെ ഞാൻ തുന്നിയെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ വരും അത് ലാസ്റ്റ്. അതിൽ കുറച്ച് കാര്യങ്ങൾ അവിടെയുള്ളതൊക്കെ കട്ട് ചെയ്ത് കളയാം. അടിപൊളിയായിട്ട് ഒരു ബോക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ യൂസായി. പിന്നീട് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഡിന്നറിനുള്ള പരിപാടികൾക്കൊക്കെ ആയിട്ട് ഞാൻ കിച്ചണിലേക്ക് പോയി, കുറച്ച് ജോലി ഉണ്ടായിരുന്നു. അപ്പോൾ കിച്ചണിൽ ഇപ്പം സത്യം പറഞ്ഞാൽ ഒരു ചെറിയ ഈച്ച, വെള്ളിയീച്ച എന്നൊക്കെ പറയും, ഒരു ചെറിയ ഈച്ച നമ്മൾ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വെക്കുമ്പോൾ ഒത്തിരി ഭയങ്കര ശല്യമാണ് കേട്ടോ. അങ്ങനെ ഞാനിപ്പം കുറച്ച് എസെൻഷ്യൽ ഓയിൽ മേടിച്ച് അത് ഇങ്ങനെ ഒഴിച്ച് ഇതേപോലെ കത്തിച്ച് അവിടെ വെച്ചേക്കും സൈഡിൽ. അപ്പോൾ അതിൻ്റെ ഇത് സ്മെല്ല് വരുമ്പോൾ ഈ ഈച്ച അങ്ങനെ കൊതുകെല്ലാം കുറച്ച് കുറയണ പോലെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം അത്ര ഇല്ല, ഒരുപാട് ഇതില്ല. അപ്പോൾ അടുക്കളയിൽ ഇതിനെക്കൊണ്ട് ശല്യമായി മാറിയപ്പോൾ ഞാനത് എന്താ പറയുക, പാചകം തുടങ്ങുന്നതിൻ്റെ മുന്നേ കുറച്ച് കത്തിച്ച് അവിടെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ശല്യം ഉണ്ടാവില്ല. അങ്ങനെ ഞാൻ എൻ്റെ എന്താ പറയുക ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനിലാണ്. തക്കാളിയൊക്കെ കട്ട് ചെയ്ത് വെച്ച് ഞാൻ ആദ്യം എപ്പോഴും പാചകം ചെയ്യുന്നതിൻ്റെ മുന്നേ എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെച്ചതിന് ശേഷം മാത്രമേ തുടങ്ങുള്ളൂ. അല്ലെങ്കിൽ പാചകം തുടങ്ങുമ്പോൾ അത് കാണുന്നില്ല ഇത് കാണുന്നില്ല പറഞ്ഞാൽ തപ്പി നടക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഞാൻ തക്കാളിയൊക്കെ പ്ലേറ്റിലാക്കി വെച്ചു. ഉള്ളത് സവാളയാണ്. സവാളയും അതുപോലെ തോലൊക്കെ കളഞ്ഞ് നന്നായിട്ട് കട്ട് വെച്ച്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെയുള്ള മസാലകളും എല്ലാം ഞാൻ റെഡിയാക്കി വെച്ചതിന് ശേഷം മാത്രമേ ഞാൻ പാചകം സ്റ്റാർട്ട് ചെയ്യാറുള്ളൂ. എന്താ പറയുക, രാവിലെയൊക്കെ കിച്ചണിൽ ജോലി ഒന്ന് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചാണ്. കുറേ കാലമായി മേടിക്കണം എന്ന് വിചാരിച്ചിട്ട് ഇപ്പോഴാണ് ഞാൻ അത് മേടിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ 2 സെറ്റ് ഞാൻ മേടിച്ചു, ഒന്ന് ചെറുതും ഒന്ന് വലുതും. ഒന്ന് ഫ്രീ ആയിട്ട് കിട്ടിയതാണ്, ഒന്ന് മേടിക്കുമ്പോൾ ഒന്ന് ഫ്രീ എന്നുള്ള രീതിയിൽ കിട്ടുന്നതാണ്. അപ്പോൾ അങ്ങനെ മേടിച്ച് അതിൽ ചോപ്പർ നല്ല സൂപ്പറാണ്. എനിക്ക് ആദ്യം ശരിക്കും പറഞ്ഞാൽ അത് ഇട്ടപ്പോൾ ഇങ്ങനെ കറക്കുമ്പോൾ ഒരു പേടി, ഇത് പൊട്ടിപ്പോവുക, കാരണം അതിൻ്റെ ആ ഒരു ത്രെഡ് കാണുമ്പം പൊട്ടിപ്പോവോ എന്നുള്ളൊരു തോന്നലാട്ടോ. പക്ഷേ സത്യം പറഞ്ഞാൽ സൂപ്പറാണ്. നല്ലോണം എന്താ പറയുക, ചെറുതാക്കി അരിയണമെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ്. അപ്പോൾ ഞാൻ വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം അതിൽ ചെയ്ത് ഞാൻ ചെയ്യുന്ന കണ്ടിട്ട് എൻ്റെ ഹസ്ബൻഡ് വന്ന് ചെയ്തു തരികയാണ്. ഹസ്ബൻഡിന് അതൊരു രസമായിട്ട് തോന്നി. അങ്ങനെ അതിൻ്റെ ഇടയിൽ അത് ഒക്കെ ആ ഒരു ഒതുക്കിയ സമയത്ത് ഞാൻ കുറച്ച് പാത്രമൊക്കെ കഴുകി, പിന്നെ ചിക്കനുള്ള മസാലയൊക്കെ ഞാൻ മിക്സിയിലിട്ട് എല്ലാം റെഡിയാക്കിയതിന് ശേഷം മാത്രമേ ഞാൻ സ്റ്റൗ ഓൺ ചെയ്യത്തുള്ളൂ. അപ്പോൾ ആ ഒരു മസാലയും ഒക്കെ റെഡിയായതിന് ശേഷം അടുത്ത ഇതിലേക്ക് പോയി. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞത് ചെറുതായിട്ട് കണ്ട സവാളയും ഒക്കെ നല്ല ചെറുതായിട്ട് അരിഞ്ഞ് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ വഴറ്റിയെടുക്കാൻ ഈസിയായി. ഞാൻ ആ കുക്കിംഗ് ചെയ്യുന്ന സമയത്ത് തന്നെയാണ് ഞാൻ കിച്ചൺ നല്ലോണം ക്ലീൻ ചെയ്തെടുക്കുന്നത്. കാരണം നമ്മൾ കുക്കിംഗ് കഴിയുമ്പോഴത്തേക്ക് നമ്മളുടെ ആ ഒരു ജോലി ഒതുങ്ങും. അല്ല, കുക്കിംഗ് എല്ലാം കഴിഞ്ഞ വരെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെയും ഡബിൾ വേലയാണ്. അപ്പോൾ ആദ്യം തന്നെ കുറേ ചെറിയ പാത്രങ്ങളൊക്കെ ഉള്ള അന്നേരം കഴുകി അങ്ങ് വെക്കും. അത് ആ ഒരു കുക്കിംഗ് ചെയ്യുന്ന സമയത്ത് കുറച്ച് സമയം കിട്ടുമല്ലോ അത് വേവുന്ന സമയത്ത്. അപ്പോൾ ആ ഒരു സമയത്ത് വന്നിട്ട് ഞാൻ ഇവിടെയുള്ള പാത്രങ്ങളും ഒക്കെ ഞാൻ ക്ലീൻ ചെയ്ത് എടുത്തു. അതിനുശേഷം അവിടെ എല്ലാം വെള്ളമൊക്കെ ആയി, അത് വെച്ചിട്ട് എന്താ പറയുക, വെള്ളം ഒഴിച്ച് ഞാനൊന്ന് കഴുകിയിട്ടുണ്ട്. പിന്നെ കത്തിയുടെ സ്ഥാനത്ത് നമ്മളെപ്പോഴും കിച്ചണിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് സാധനം എടുത്താലും അത് അതേ സ്ഥാനത്ത് നമ്മൾ വെക്കുകയാണെങ്കിൽ നമ്മളുടെ കിച്ചൺ എപ്പോഴും ക്ലീൻ ആയിട്ടിരിക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കിച്ചൺ നന്നായിട്ട് ക്ലീൻ ചെയ്ത് നല്ല ഒക്കെ
വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് വന്ന് പാചകം ചെയ്യുമ്പോൾ ഒരു മനസ്സിനൊരു സന്തോഷം. കാരണം അല്ലെങ്കിൽ എല്ലാം വാരി വലിച്ച് കാണുമ്പോൾ നമുക്ക് പിന്നീട് അവിടെ വന്ന് ജോലി ചെയ്യാൻ തന്നെ നമുക്ക് തോന്നത്തില്ല. അതാണ് സത്യം. ഞാൻ അവിടെ ഒക്കെ തുടച്ചെടുക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ കുറച്ച് കാലമായിട്ട് തുണിയൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് വയ്ക്കും. പഴയ തുണിയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെ സ്ക്വയറായിട്ട് കട്ട് ും അത് വെച്ചിട്ടാണ് ഞാൻ അടുക്കളയിലുള്ള ക്ലീനിങ് ഒക്കെ ചെയ്യുന്നത്. അത് ഒന്ന് നനയുമ്പോൾ അത് കൊണ്ടുപോയിട്ട് അശയിലിടും. അതിന് ശേഷം പിന്നെ അടുത്ത് എടുക്കും. അങ്ങനെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ട് വരുന്നത്. അത്യാവശ്യം എന്തെങ്കിലും ഒരു ചെറിയ പീസായിട്ടുള്ള തുണികൾ നമുക്ക് ആവശ്യം വരും. അങ്ങനെ ഏകദേശം ചിക്കനൊക്കെ ആയി വരും. പെട്ടെന്ന് തന്നെ ജോലിയൊക്കെ തീർത്ത് ഞാൻ ഹാളിലേക്ക് കയറുമ്പോൾ ഹസ്ബൻഡ് എന്തോ പുഷ്പ 1 വെച്ചുകൊണ്ടിരിക്കുകയാണ്. 2 ഇതുവരെ വന്നിട്ടില്ല. OTTയിൽ പുഷ്പ 1 ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പാട്ടൊക്കെ വന്നപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ നമ്മളുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ ചോദിക്കുകയും സംസാരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഓർമ്മ വരുമ്പം പറയും, പിന്നെ ഞാനത് വിട്ടുപോകും. നമ്മളേതായ ജോലിയിലേക്ക് പോകുമ്പോഴും അവരവരുടേതായ ഇതിലേക്ക് പോകുമ്പോൾ പല കാര്യങ്ങളും സത്യം പറഞ്ഞാൽ ചിലപ്പോൾ മറന്നു പോകാറുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ എനിക്ക് എപ്പോൾ ഓർമ്മ വരുന്ന അന്നേരം കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ്. അത് അവർ ഓർത്ത് വെച്ചാൽ പിന്നെ കാര്യം നടക്കും, അല്ലെങ്കിൽ അവരും മറക്കും നമ്മളും മറക്കും. ആ രീതിയിലൊക്കെയാണ്. അപ്പോൾ പടം ഞാൻ ഇന്നാണത് കാണുന്നത്. പക്ഷെ എനിക്ക് രസമായി തോന്നി. പക്ഷേ അതിലെ എന്താ പറയുക, ആ ഒരു നായകനെ ഈ രീതിയിലാക്കിയല്ലോ എന്നുള്ളൊരു വിഷമം മാത്രം തോന്നി. എന്തിനാണ് ഇങ്ങനെയൊക്കെ ആക്കി തീർത്തത് എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. പക്ഷേ പാട്ടൊക്കെ നല്ല സൂപ്പറായിരുന്നു. എനിക്ക് പടവും ഇഷ്ടമായി. അപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു കുറച്ച് നേരം. അതെല്ലാം കണ്ട് അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചത്. അധികം സമയമൊന്നും ആയിട്ടില്ല. ഞാൻ എത്രയും പെട്ടെന്നൊക്കെ ജോലി തീർത്ത് ഒതുക്കി നേരത്തെ വന്നിരുന്നതാണ്. അപ്പോൾ സിനിമയും കണ്ടു കഴിഞ്ഞ് ഒരു 9-9:30 ആകുമ്പോൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റായിരിക്കും. പിന്നെ പോയി അങ്ങ് കിടക്കും. എനിക്കിവിടെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫാമിലിയായിട്ട് കുറച്ച് ഒന്നിച്ചൊക്കെ ഇരിക്കുക, അവരുമായിട്ട് ഒന്ന് ഓപ്പണായിട്ട് സംസാരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിൽ നല്ലതാണ്. കാരണം എല്ലാവരും ഈ ബിസി ആയിട്ട് ഓട്ടപ്പാച്ചിലിൻ്റെ ഇടയിൽ പല ബന്ധങ്ങളും ഒരു എന്താ പറയുക, പല കുടുംബങ്ങളും നമ്മൾ കേൾക്കാറുണ്ട്. ആ ഒരു എവിടെയോ ഒരു കണക്ഷൻ വിട്ടുപോകണ പോലെ തോന്നാറുണ്ട്. അപ്പം ഹസ്ബൻഡായാലും മക്കളായാലും അടുത്തായാലും കുറേ കാര്യങ്ങളൊക്കെ അവരടുത്ത് ചോദിച്ച് മനസ്സിലാക്കുക, അവരെ മനസ്സിലാക്കുക ഫസ്റ്റ്. അപ്പം ഇപ്പോൾ ഹസ്ബൻഡായാലും അവർ ജോലിക്ക് പോയി തിരിച്ചു വരുമ്പോൾ അവരും പല ടെൻഷനിലാണ് വരുന്നത്, അവരെയും മനസ്സിലാക്കുക. അപ്പം ശരിക്കും പറഞ്ഞാൽ വീട്ടിലുള്ള സ്ത്രീകൾ തന്നെയാണ് എല്ലാ കാര്യത്തിനും മുന്നിൽ നിന്ന് കഴിഞ്ഞാൽ ആ വീട് എപ്പോഴും സുന്ദരമായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ എനിക്കിപ്പം അതാണ് തോന്നിയിട്ടുള്ളത്. ഒന്നിച്ചിരുന്ന് സംസാരിച്ച് TV ഒക്കെ കണ്ട് സിനിമയൊക്കെ കണ്ട് ഇങ്ങനെ ഒന്നിച്ചിരിക്കുമ്പോൾ ആ ഒരു വൈബ് എന്ന് പറയണത് അത് നമുക്ക് ലൈഫിൽ ആ ഒരു സന്തോഷം നമുക്ക് എവിടെ പോയാലും കിട്ടില്ല. അപ്പോൾ അത് നമ്മൾ തന്നെ ഉണ്ടാക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇതോടുകൂടെ ഞാൻ എൻ്റെ ഈ വീഡിയോ അതിൻ്റെ ചെയ്യാണ്. ഓക്കെ, അടുത്ത വീഡിയോയിലൂടെ കാണാം. ബൈ.